പ്രണയപൂർവം നിനക്കായി ഞാൻ ഭാഗം 54. ഹൃദയപൂർവം വൈകിട്ട് 4 മണിക്ക് ദൃശ്യം ബ്ലോഗിൽ. ഇന്ന് അനന്തൻ ഞങ്ങളോട് പറയണം തോന്നി. അതാ ഞാൻ നോക്കി നിന്നത്. ആ പെൺകുട്ടി പറഞ്ഞതും സണ്ണി ഒന്ന് ആലോചിച്ചു. ഇങ്ങനൊരു ഇൻഫർമേഷൻ താൻ തന്നതിന് വളരെ ഉപകാരം. എന്തായാലും ഇനി അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. എൻ്റെ നമ്പർ ഞാൻ തരാം, ഒന്ന് നോട്ട് ചെയ്തോളൂ. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ അപ്പോൾ തന്നെ എന്നെ വിളിച്ച് പറയണം. സണ്ണി പറഞ്ഞുകൊണ്ട് നമ്പർ പറഞ്ഞു കൊടുത്തതും ആ പെൺകുട്ടി ഫോണിൽ ടൈപ്പ് ചെയ്തു. താൻ അകത്തേക്ക് വരികയാണെങ്കിൽ എൻ്റെ ഭാര്യയെയും മക്കളെയും കാണാം. സണ്ണി പറഞ്ഞു, ഇപ്പോൾ വേണ്ട, ഞാൻ ഇത് പറയാൻ വേണ്ടി വന്നതാ. എനിക്ക് ക്ലാസ് ഉണ്ട്, ഞാൻ പൊയ്ക്കോട്ടെ. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞ് അവൾ ചിരിച്ചുകൊണ്ട് സണ്ണിയെയും കുറച്ച് നീങ്ങി നിൽക്കുന്ന ആദികേഷിനെയും നോക്കി. അവൾ പോയതും സണ്ണി ഒരാലോചനയോടെ തിരിഞ്ഞു നടന്നതും ആദികേഷ് സണ്ണിയുടെ കയ്യിൽ പിടിച്ചു. അളിയ, എന്താ കുട്ടിയുടെ പേര്? ആദികേഷ് ചോദിച്ചതും എന്തോ? ആ കുട്ടിയുടെ പേരെന്താണെന്ന്? അതെന്തിനാ എൻ്റെ അളിയനെ അറിയുന്നത്? ചുമ്മാ പറ, എന്താ പേര്? മാലാഖ. സണ്ണി പറഞ്ഞതും ഏഞ്ചൽ, ആദികേഷ് പറഞ്ഞു. എന്താണ് അളിയ, വീണ്ടും ഒരു മതസൗഹാർദ്ദം കാണുന്നുണ്ടല്ലോ? സണ്ണി പറഞ്ഞതും എന്താണെന്ന് അറിയില്ല അളിയ, എനിക്ക് അളിയനെ അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ സഹോദരി അന്യമതത്തിൽപ്പെട്ട അളിയനെ വിവാഹം കഴിച്ചില്ലേ, അതുകൊണ്ട് അവൾക്കൊരു നല്ല ജീവിതം കിട്ടി. ഞാനും അന്യമതത്തിലേക്ക് ഒന്ന് നോക്കിയാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. ആദികേഷ് പറഞ്ഞതും പൊന്നു മോനെ, നോക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആങ്ങളമാർ ഇല്ലാത്ത വീട്ടിൽ നിന്ന് നോക്കണം. അല്ലെങ്കിൽ പ്രണയ സാഫല്യം വരുമ്പോൾ അടിയും ഇടിയുമെല്ലാം ഒരുപാട് കൊള്ളേണ്ടി വരും. സണ്ണി പറഞ്ഞതും അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, അവിടെ ആങ്ങളമാരാരുമില്ല. ഉള്ളത് വായ പോയ കോടാലി പോലെയുള്ള ഒരു അമ്മായച്ചനാണ്. ആള് ഭയങ്കര വർത്തമാനമാണെന്ന് അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ അടുത്ത് കണ്ടിട്ടില്ല. എന്തായാലും പരിചയപ്പെടേണ്ടിയിരിക്കുന്നു ആ മുതലിനെ എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ആ കുട്ടി എന്തിനാ വന്നത്? എന്താ അളിയനോട് പറഞ്ഞത്? ആദികേഷ് ചോദിച്ചു. അത് വലിയ കാര്യമൊന്നുമല്ല, ഇവിടെ 2 ദിവസമായിട്ട് 2 സ്ത്രീകൾ കിടന്ന് കറങ്ങുന്നുണ്ടെന്ന് അത് പറഞ്ഞതാണ്. ഒന്ന് ശ്രദ്ധിച്ചോളം പറഞ്ഞതാ. അതെങ്ങനെയാ ശരിയാവുന്ന അളിയ? ഇവിടെ നമ്മൾ സെക്യൂരിറ്റി എല്ലാം ഉള്ളതല്ലേ? ആണ്. എന്തായാലും സൂക്ഷിക്കാം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നല്ലേ പറയുന്നത്? സണ്ണി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. അവൻ നേരെ ചെന്നത് അനന്തപത്മനാഭന്റെ റൂമിലേക്കായിരുന്നു. അവിടെ ചെന്നതും ഏഞ്ചൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനന്തപത്മനാഭനോട് സണ്ണി പറഞ്ഞു. അതെങ്ങനെയാ മോനെ, ഇത്രയും സെക്യൂരിറ്റി ഉള്ള ഈ വില്ലയിൽ അങ്ങനെ 2 സ്ത്രീകൾ വരാമെന്ന് പറഞ്ഞാ അത് ചെറിയ കാര്യമല്ലല്ലോ. അതെ, അത് ചെറിയ കാര്യമൊന്നുമല്ല. പക്ഷെ ഇവിടെ താമസിക്കുന്ന ആരുടെയെങ്കിലും ഫ്രണ്ടോ റിലേറ്റീവ്സോ ആണെന്ന് പറഞ്ഞ് അങ്ങനെ അകത്തേക്ക് വന്നൂടെ? സണ്ണി ചോദിച്ചു. അതും കാര്യമാണ്. ഞാൻ എന്തായാലും നമ്മുടെ CCTV ദൃശ്യങ്ങളൊന്ന് നോക്കട്ടെ. അനന്തപത്മനാഭൻ പറഞ്ഞതും അച്ഛനെവിടെ CCTV വെച്ചിട്ടുണ്ടോ? സണ്ണി ചോദിച്ചു. പിന്നെ നിനക്ക് മാത്രമേ അത് പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ടോ? ഈ വീട്ടിൽ പലയിടത്തും ഞാൻ ക്യാമറകൾ വെച്ചിട്ടുണ്ട്. അത് ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ളതും ഹിഡൻ ക്യാമറകൾ വരെ വെച്ചിട്ടുണ്ട്. അനന്തപത്മനാഭൻ പറഞ്ഞതും അതെല്ലാം ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നതുപോലെയായിരുന്നു സണ്ണി അദ്ദേഹത്തെ നോക്കിയത്. അദ്ദേഹം വേഗം ലാപ്ടോപ്പ് ഓൺ ചെയ്തുകൊണ്ട് അതിലെ ക്യാമറ സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം നോക്കാൻ തുടങ്ങി. അതിൽ ഏഞ്ചൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞതും അനന്തപത്മനാഭൻ സണ്ണിയെ നോക്കി. ഇത്രയും സെക്യൂരിറ്റി ഉണ്ടായിട്ടും ഇങ്ങനെ 2 പേർ ഇവിടെ കടക്കണമെങ്കിൽ അതിൽ ശക്തമായ എന്തോ സംഭവം ഉണ്ട്. ഒന്നുകിൽ അവർ ഈ വില്ലയിലെ ആരുടെയെങ്കിലും പേര് പറഞ്ഞ്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും റിലേറ്റീവ് ആണെന്നോ ഫ്രണ്ടാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരിക്കും അവർ അകത്തേക്ക് കയറിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ സെക്യൂരിറ്റി സ്റ്റാഫ് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയം കറക്റ്റായിട്ട് നോട്ട് ചെയ്തു വെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലാപ്ടോപ്പ് അടച്ച് സണ്ണിയെ നോക്കി. നിനക്ക് ടെൻഷനുണ്ടോ? അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് അനന്തപത്മനാഭൻ ചോദിച്ചതും ഉണ്ട്. കാരണം ഇവിടെ എൻ്റെ മക്കളും എൻ്റെ പെണ്ണുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പേടി വേണ്ടേ? സണ്ണി ചോദിച്ചതും തീർച്ചയായിട്ടും വേണം. എനിക്കുമുണ്ട് ആ പേടി. കാരണം ഇവിടെ നിൽക്കുന്നത് എൻ്റെ മകളും എൻ്റെ കൊച്ചുമക്കളും പിന്നെ എൻ്റെ മരുമകനുമാണ്, അനന്തപത്മനാഭൻ പറഞ്ഞു. പക്ഷേ ഇനി ആരെയും നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല എന്നുള്ള ദൃഢനിശ്ചയമുണ്ട്, അനന്തപത്മനാഭൻ പറഞ്ഞു. എന്തായാലും അച്ഛൻ ടെൻഷനാവണ്ട, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. വേറെ പ്രശ്നമൊന്നുമില്ല. അവർ നമ്മുടെ മക്കളുടെ പുറകെ വന്നതാണോ എന്നൊന്നും അറിയില്ലല്ലോ.
പിന്നെ കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്ന കുട്ടികളൊന്നും അല്ലല്ലോ. അതുകൊണ്ട് പുറത്തേക്കൊന്നും അവർ തന്നെ വരില്ല. ധൈര്യമായിട്ടിരിക്കുക, സണ്ണി പറഞ്ഞു. എല്ലാവരുടെയും കൂടെ സംസാരിച്ച് നടക്കുന്നുണ്ടെങ്കിലും സണ്ണിയുടെയും അനന്തപത്മനാഭൻ്റെയും മനസ്സിൽ ആ വന്നവർ ആരാണ് എന്നറിയാനുള്ള തിരച്ചിലിൽ തന്നെയായിരുന്നു. അന്ന് ഗൗരിയും മക്കളുടെയും ഒപ്പം തന്നെയാണ് സണ്ണി റൂമിൽ കിടന്നത്. മക്കളെ ഉറക്കി തൊട്ടിലിൽ കിടത്തിയ ശേഷം ഗൗരി സണ്ണിയെ നോക്കുന്നുണ്ടായിരുന്നു. അവനും ഇടയ്ക്കിടെ അവളെ നോക്കുന്നുണ്ട്. രണ്ടു മക്കളെയും തൊട്ടിലിൽ കിടത്തി ബെഡിലേക്ക് കിടന്ന് അവളുടെ അടുത്തേക്ക് സണ്ണി ചേർന്ന് കിടന്നു. അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് തൊട്ടു നോക്കി. എന്താ? അവൾ ചോദിച്ചു. ചുമ്മാ പനിയുണ്ടോന്ന് നോക്കിയതാ. കുഴപ്പമൊന്നുമില്ലല്ലോ? അവൻ ചോദിച്ചു. ഇല്ല ഇച്ചായ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവൾ പറഞ്ഞു. എന്നാ പിന്നെ ഇനി എന്നെ കൂടി ഉറക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം അവൻ അവളുടെ മാറിലേക്ക് ചേർത്ത് വെച്ചു. ഗൗരി ഒരു പുഞ്ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ചു. അവളുടെ മാറിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ സണ്ണി ഉറങ്ങി. രാവിലെ കിച്ചണിൽ അംബികാമ്മ നല്ല തിരക്കിട്ട പണിയിലാണ്. ഇന്ന് വൈകുന്നേരം ആദിലക്ഷ്മി എത്തുന്നത്. ഗൗരിക്കും സണ്ണിക്കും കൂട്ടർക്കുമെല്ലാം ആദിലക്ഷ്മിയെ കാണാനുള്ള ഒരു സന്തോഷവും, എന്നാൽ അതോടൊപ്പം തന്നെ ആനന്ദന് എങ്ങനെ പണി കൊടുക്കാം എന്നുള്ള ആലോചനയിലുമായിരുന്നു. അപ്പോഴാണ് സണ്ണിയുടെ ഫോണിലേക്ക് അലക്സിൻ്റെ കോള് വരുന്നത്. ഫോൺ എടുത്തതും, എടാ നീ ഇപ്പോൾ എവിടെയാണ്? അലക്സ് ചോദിച്ചു. ഞാനിപ്പോൾ ഗൗരിയുടെ വീട്ടിലുണ്ട്. ആണോ? എന്നാ ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് എത്തും എന്ന് പറഞ്ഞുകൊണ്ട് അലക്സ് ഫോൺ കട്ട് ചെയ്തു. സണ്ണി ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ പുറത്ത് തന്നെ അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അവരുടെ വണ്ടി ഗേറ്റിന് മുന്നിൽ വന്നതും സെക്യൂരിറ്റിയോട് സണ്ണി അവർ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞത് കൊണ്ട് തന്നെ ഗേറ്റ് തുറന്നു കൊടുത്തു. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ അർജുനും ശ്യാമും സണ്ണിയെ കണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു. എത്തിയിട്ടില്ലല്ലോ ആനന്ദ്? അലക്സ് ചോദിച്ചു. ഇല്ല, വൈകുന്നേരം എത്തുന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ വാ എന്ന് പറഞ്ഞ് സണ്ണി അവരെ അകത്തേക്ക് ക്ഷണിച്ചു. അവർ അകത്തേക്ക് ചെന്നപ്പോഴേ കണ്ടു കുഞ്ഞുങ്ങളെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനന്തപത്മനാഭനെ. അദ്ദേഹത്തെ കണ്ടതും അവർക്ക് വല്ലാത്ത ബഹുമാനവും സ്നേഹവും തോന്നി. ഇരിക്ക്, അനന്തപത്മനാഭൻ ഒരു ചിരിയോടെ പറഞ്ഞതും അവർ സോഫയിലേക്ക് ഇരുന്നു. ഒരാൾ എന്തിയുടെ സണ്ണി? അലക്സ് ചോദിച്ചു. ഒരാള് കുറുക്ക് കഴിച്ചിട്ട് ദേഹത്തൊക്കെ ആക്കിയിട്ട് കഴുകാൻ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോഴേക്കും അമ്മച്ചി ഒരു കുഞ്ഞിനെയുമായിട്ട് വന്നു. രണ്ടുപേരും വയറ് നിറഞ്ഞപ്പോൾ കളിയിലാണ്. വീട്ടിൽ ചെയ്യാറുള്ളത് പോലെ തന്നെ ഒരു ബെഡ് താഴേക്ക് ഇട്ടുകൊണ്ട് രണ്ടുപേരെയും കിടന്ന് കളിക്കുന്നത് കണ്ട് അവിടെ അലക്സും ശ്യാമും അനന്തപത്മനാഭനും സണ്ണിയും എല്ലാം ഇരുന്നു. ആദികേശും ആദിശേഷും ഷോപ്പിൽ പോയിരിക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാം കറങ്ങാൻ എന്ന് പറഞ്ഞു പോയത് കൊണ്ട് വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അമ്മച്ചിയും അംബികാമ്മയും എല്ലാം കിച്ചണിലായിരുന്നു. എന്തായി സണ്ണി, ഇന്നലെ നീ പറഞ്ഞ ആ സ്ത്രീകൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞോ? അലക്സ് ചോദിച്ചു. ഇല്ല, ഇവിടെയുള്ളവരല്ല. ഞാനത് അന്വേഷിച്ചു. അവര് വേറെ എവിടെ നിന്നോ വന്നതാണ്. അവരെ ആരോ അയച്ചിരിക്കുന്നതാണ്. ഇവിടുത്തെ പുറമേയുള്ള അന്തരീക്ഷം അറിയാനായിരിക്കും. ഇനി മറ്റെന്തെങ്കിലും അവർ കരുതി കൂട്ടിയാണോ ഇങ്ങനൊരു പ്ലാനിങ് എന്ന് അറിയില്ല. സാധാരണ കുഞ്ഞുങ്ങൾ നടക്കുമ്പോഴോ മുറ്റത്ത് കളിക്കുമ്പോഴോ ആണല്ലോ ഇങ്ങനെ ഓരോരുത്തർ വന്ന് നോക്കിയിട്ട് കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ തന്നെ ഉദ്ദേശിച്ചാണ് വന്നത് എന്ന് പറയാനും പറ്റില്ല. മറ്റെന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ടാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അറിയണമെങ്കിൽ അവരിൽ ഒരാളെയെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ. അപ്പോഴേക്കും അംബികാമ്മ കയ്യിൽ ഫോണുമായിട്ട് അങ്ങോട്ട് വന്നു. ദേ, രേഷ്മ മോൾ വിളിച്ചിട്ട് ആദിശേഷി ഫോൺ എടുക്കുന്നില്ല എന്ന് പരാതിയാണ്. എന്നെ വിളിച്ചിട്ട് ഇന്നലെ മുതൽ ആ കുട്ടി കരച്ചിലാണ്. അംബികാമ്മ പറഞ്ഞതും അനന്തപത്മനാഭൻ, അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാണ്? അവൻ തിരക്കിലായിരിക്കും, അതുകൊണ്ടായിരിക്കും എടുക്കാത്തത്. അദ്ദേഹം ഒരു ഒഴുക്കൻ മട്ടിൽ പറയുന്നത് കേട്ടതും സണ്ണി അദ്ദേഹത്തെ നോക്കി. ഇന്നല്ല, അവൻ നാട്ടിലെത്തിയപ്പോൾ മുതൽ മോള് വിളിച്ചിട്ട് എടുത്തിട്ടില്ല എന്നാ പറയുന്നത്. പിന്നെ അതുമാത്രമല്ല, അവിടെ ആയിരിക്കുമ്പോൾ രാത്രിയാണ് പകലാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണെന്ന്. ഇതിപ്പോ എന്താ അവന് പറ്റിയത്? അവനോട് ചോദിച്ചിട്ടില്ലേ നമ്മൾ ഈ വിവാഹക്കാര്യം ഉറപ്പിച്ചതുപോലും? അംബികാമ്മ അല്പം ദേഷ്യത്തോടെ പറഞ്ഞതും അത് തെറ്റാണ്. അവൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞിട്ടില്ല. തന്നോട് സമ്മതം പറഞ്ഞിട്ടുണ്ടോ? അനന്തപത്മനാഭൻ ചോദിച്ചതും അവന് ഇഷ്ടമല്ലെങ്കിൽ ഇല്ലാന്ന് പറയാൻ പാടില്ലേ? ഇപ്പോൾ ആ കുട്ടിക്ക് പ്രതീക്ഷ കൊടുത്തതുപോലെ ആയില്ലേ? എന്നെയാണെങ്കിൽ ഏട്ടത്തി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി ഒന്നും കഴിക്കുന്നില്ല, വാശി കാണിക്കുകയാണ്. അവൻ ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ പരാതി തന്നെയാണ്. ഞാനിപ്പോൾ എന്താ പറയാ? ദേ, കുറേ നേരം എന്നെ വിളിക്കുന്നു. അത് മോളല്ല സംസാരിക്കാൻ വരുന്നത്, ഏട്ടത്തിയാണ്. ഞാനിപ്പോൾ എന്താ പറയാ? അംബികാമ്മ ചോദിച്ചു. അവൻ ഇവിടെയില്ല. അവനെ വിളിച്ച് ചോദിക്കാൻ പറയേ. അവൻ്റെ മനസ്സിൽ എന്താണെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് പറയേ.
പിന്നെ അവൻ ഇപ്പോൾ ഷോപ്പിൽ അല്പം തിരക്കിലായിരിക്കും. പുതിയ സ്റ്റോക്കുകളും മറ്റും വന്നിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് അവനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. അവൻ ഇങ്ങോട്ടല്ലേ വരുന്നത്. നമുക്ക് ചോദിച്ചു നോക്കാം. പത്മനാഭൻ പറഞ്ഞതും ഞാനിപ്പോ ഇതാരോടെ പറയുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് അംബികാമ്മ തിരിച്ച് കിച്ചണിലേക്ക് പോകുമ്പോൾ അനന്ത പത്മനാഭൻ ഒന്ന് പുഞ്ചിരിച്ചു. അച്ഛനോട് ചോദിക്കണമെന്ന് വെച്ചതാണ്. ഈ കുട്ടിയുമായിട്ടുള്ള വിവാഹത്തിന് ആദിശേഷിന് ഒട്ടും താല്പര്യമില്ലാന്ന് തോന്നുന്നു. സണ്ണി പറഞ്ഞതും എനിക്കറിയാം അവനൊട്ടും താല്പര്യമില്ലാന്ന്. അവന് മാത്രമല്ല എനിക്കും. പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് പോയില്ലേ, അവളുടെ സന്തോഷം കണ്ടിട്ടാണ് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റാത്തത്. അവളുടെ സന്തോഷം എന്നൊന്നും പറയാൻ പറ്റില്ല. അവൾക്ക് കൊടുക്കുന്ന പ്രഷർ അത് നിസ്സാരമല്ല. ഇപ്പോൾ വിളിക്കുന്ന ഏട്ടത്തി ആയിക്കോട്ടെ, പലരും നല്ല പ്രഷർ കൊടുക്കുന്നുണ്ട് അംബികയ്ക്ക്. ആരോടും എതിർത്തോ ദേഷ്യപ്പെട്ടോ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അംബിക തിരിച്ചൊന്നും പറയാത്തത്. പിന്നെ രേഷ്മ എന്ന് പറയുന്ന കുട്ടിയെ കാണാനും കുഴപ്പമൊന്നുമില്ല, നല്ല വിദ്യാഭ്യാസവും ഉണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ആൾക്കും തൻ്റെ മകനെ ചേരുമെന്ന് തോന്നി. പിന്നെ തൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെയാണല്ലോ, അപ്പോൾ ബന്ധങ്ങൾക്ക് കുറച്ചുകൂടി ഉറപ്പ് കിട്ടും എന്ന് കരുതി കാണും. പക്ഷേ അവിടെ മകൻ്റെ സന്തോഷം ആൾ മറന്നു പോയോ എന്ന് എനിക്ക് തോന്നുന്നു. അനന്ത പത്മനാഭൻ പറഞ്ഞതും സണ്ണി അച്ഛനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇവിടെ ഒരിക്കലും ആദർശന് ഇഷ്ടമില്ലാത്ത വിവാഹം നടക്കില്ല. ആരുടെയും ഇഷ്ടത്തിന് ബലി കൊടുക്കാനുള്ളതല്ല അവൻ്റെ ജീവിതം. വിവാഹം കഴിഞ്ഞ് ജീവിക്കേണ്ടത് അവനാണ്. അവൻ്റെ ജീവിതകാലം മുഴുവനും ഉണ്ടാവേണ്ടതാണ് ആ കുട്ടി. ഇപ്പോഴേ ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഒരുപാട് മോഹങ്ങൾ ആ കുട്ടിക്ക് കൊടുക്കാതിരിക്കുക. അവനും ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രഷർ താങ്ങാൻ പറ്റാതാവുമ്പോൾ അവൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തുടക്കത്തിലെ അമ്മയോട് അച്ഛൻ പറഞ്ഞ് ആ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ആദിശേഷനോട് ചോദിക്കണം. എന്താണെന്ന് അറിഞ്ഞിട്ട് മതി, സണ്ണി പറഞ്ഞു. എന്ന ഒരു കാര്യം ചെയ്. എന്നോടും അംബികയോടും പറയുന്നതിലും കുറച്ചുകൂടി കാര്യങ്ങൾ നന്നായിട്ട് നിന്നോട് പറയാൻ സാധിക്കും അവന്. അതുകൊണ്ട് മോൻ തന്നെ ചോദിച്ചു നോക്ക്. അനന്ത പത്മനാഭൻ പറഞ്ഞതും ഞാൻ സംസാരിക്കാം എന്ന് അവൻ ഏറ്റു. എന്നാ ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. സണ്ണി ചോദിച്ചതും അദ്ദേഹം എന്താണെന്നുള്ള രീതിയിൽ നോക്കി. ആദിലക്ഷ്മിക്ക് ആനന്ദിനെ ഇഷ്ടമാണോ, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ പ്രഷർ കൊടുത്തിട്ടെങ്ങാനും ആണോ ആദിലക്ഷ്മിയും ആനന്ദിനെ സ്നേഹിക്കുന്നത്? സണ്ണി ചോദിച്ചു. ഇല്ല, അതൊരിക്കലും അല്ല. കാരണം ആദിലക്ഷ്മി അവൾക്ക് ആനന്ദിനോട് ഒരു ഇഷ്ടം തോന്നിയപ്പോൾ അവള് അങ്ങോട്ട് കയറി പറയുകയായിരുന്നു. പറയുന്നതിന് മുമ്പ് ഞങ്ങളോട് അനുവാദം ചോദിച്ചു. എന്നിട്ടാണ് അവൾ അങ്ങോട്ട് കയറി പ്രപ്പോസ് ചെയ്തത്. അവൻ്റെ ഇഷ്ടം അവൾ അറിഞ്ഞതും. അതുകൊണ്ട് ആ ബന്ധത്തിന് കുഴപ്പമൊന്നുമില്ല. എപ്പോഴും വിളിയും സംസാരമൊക്കെയുണ്ട്. ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ആനന്ദ് അവളുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. സർപ്രൈസ് ആയിരുന്നു, അതും അവളുടെ പിറന്നാൾ ദിവസം. ഞങ്ങളിവിടെ ആരും അവരുടെ പിറന്നാൾ ആഘോഷിക്കാറില്ല. കാരണം ഞങ്ങളുടെ ഒരു മോളെ നഷ്ടപ്പെട്ട ദിവസമാണല്ലോ. അതുകൊണ്ട് കാര്യമായിട്ട് അവളും ആഘോഷിക്കാനൊന്നും നിൽക്കില്ല. അവളും നിർബന്ധം പിടിക്കാറില്ല. അതുകൊണ്ട് അവൾക്കൊരു സർപ്രൈസ് ആയിട്ട് അവളെ കാണാൻ അവൻ US ചെന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർ തമ്മിൽ കുഴപ്പമൊന്നുമില്ല, അനന്ത പത്മനാഭൻ പറഞ്ഞു. പിന്നെയും അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അനന്ത പത്മനാഭൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അനന്ത പത്മനാഭൻ ഫോൺ എടുത്തതും അതെയോ, അപ്പോൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അവർ എന്താണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കണം. ആദിലക്ഷ്മി എത്തിയിട്ടുണ്ടെന്നറിയുമ്പോൾ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും മോൾ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഞാൻ വയ്ക്കുന്നുണ്ട്. അന്നേ ഞാൻ ഗൗരിയെ അവർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നുള്ളൂ, അനന്ത പത്മനാഭൻ പറഞ്ഞു. അത് ശരിയാണെങ്കിൽ ഗൗരിയെ എല്ലാവർക്കും മുന്നിൽ അങ്കിളിൻ്റെ മകളാണെന്ന് പറഞ്ഞ് അങ്കിൾ തന്നെ, അങ്കിളും ആൻറ്റിയും ഒരുമിച്ച് ചേർന്ന് പറഞ്ഞു കൊടുത്താൽ വീട്ടുകാർക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതിന് പിന്നിലുണ്ടായ ശത്രുവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ. ഗൗരിയെ ഇവിടെ കാണുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നുള്ള വെപ്രാളം, പേടി, ഇതിൽ നിന്നെല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റും ശത്രുവിനെ. പക്ഷേ അതിനേക്കാൾ അപ്പുറം വളരെ ശ്രദ്ധ കൊടുക്കേണ്ട സമയം കൂടിയാണ്, അലക്സ് പറഞ്ഞു. അതങ്കിൾ ഗൗരിയും ആദിലക്ഷ്മിയും ഒരുമിച്ച് ഇവിടെ നിൽക്കണം. അത് എല്ലാവരും അറിയണം. അങ്കിളിൻ്റെ ഫാമിലി ആയിക്കോട്ടെ, അംബികാമ്മയുടെ ഫാമിലി ആയിക്കോട്ടെ, എല്ലാവരും ഇവിടെ എത്തണം. അതുവരെ മാക്സിമം ഞാൻ പറഞ്ഞില്ലേ, ഒന്നും അവരെ അറിയിക്കാതിരിക്കാൻ നോക്കുക. കാരണം ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കളി ആരംഭിക്കും, അതും പുറത്തുനിന്ന്. അപ്പോൾ നമുക്ക് അവരെ കണ്ടെത്തുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടാകും. എന്നാൽ ഇവിടെ വന്ന് അവർ നേരിട്ട് കാണുമ്പോൾ പലരുടെയും മുഖഭാവത്ത് നിന്ന് നമുക്ക് നമ്മുടെ യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയാൻ പറ്റും, അലക്സ് പറഞ്ഞു.
പിന്നീട് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോഴേക്കും ഷോപ്പിൽ പോയ ആദിശേഷും ആദികേഷും വന്നു. എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റതും ഭക്ഷണം കഴിച്ച് ഗൗരി മക്കളെയും കൊണ്ട് റൂമിലേക്ക് പോയി. അലക്സും ശ്യാമും സണ്ണിയും ആദിശേഷും എല്ലാം കൂടി വീടിന്റെ റൂമിനോട് ചേർന്നുള്ള ഓപ്പൺ ഏരിയയിലേക്ക് നടന്നു. അവിടെയുള്ള ചെയറുകളിലായി ഇരുന്നു. എല്ലാവരുടെയും നോട്ടം ആദിശേഷിലായിരുന്നു. വന്നപ്പോൾ മുതൽ സണ്ണി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആള് സങ്കടത്തിലാണെന്ന് തോന്നിയതും സണ്ണി അവൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്നു കൊണ്ട് എന്തു പറ്റി എന്ന് ചോദിച്ചു. അവൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആദ്യം ഒഴിവായി. ഞാൻ ചോദിച്ച കാര്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം പറയാൻ പറ്റുമോ നിനക്ക്? അതിന് അവനത് ചെറുതായി മൂളുക മാത്രം ചെയ്തു. എന്നാൽ രേഷ്മയെ അളിയന് ഇഷ്ടമാണോ? വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടോ? സണ്ണി ചോദിച്ചു. അത് കേട്ടതും ആദിശേഷ് അവൻ്റെ മുഖത്തേക്ക് നോക്കി. സത്യം പറയണം, കാരണം ഇത് നിന്റെ ജീവിതമാണ്, മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നശിപ്പിച്ച് കളയാനുള്ളതല്ല. സണ്ണി പറഞ്ഞതും ഒട്ടും ഇഷ്ടമല്ല എനിക്ക്. അവൾക്കും അവളുടെ വീട്ടുകാർക്കും ഞങ്ങളുടെ ഈ പണവും സമ്പത്തും മാത്രം നോക്കിക്കൊണ്ടാണ് അവർ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അവളാണെങ്കിൽ കോളേജിലും മറ്റും ഇപ്പോഴേ ഞങ്ങളുടെ പേരും പറഞ്ഞ് ആളാവൻ നോക്കുന്നുണ്ട്. ഷോപ്പിൽ ചെന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവിടെയും അവൾ എൻ്റെ ഭാവി വധുവാണെന്ന് പറഞ്ഞ് അവിടെയെല്ലാം ഭരണമെല്ലാം നടത്തിയെന്ന് പറയുന്നത് കേട്ടു. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അവൾ എങ്ങനെയായിരിക്കും വിവാഹം കഴിഞ്ഞാൽ? എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. അത് മാത്രമല്ല, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു പെൺകുട്ടിയെ അല്ല. ഞാൻ ആഗ്രഹിച്ചത് നമ്മുടെ ഗൗരിയെപ്പോലെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷെ ഇവൾ തികച്ചും വ്യത്യസ്തമാണ്. അത് മാത്രമല്ല കേട്ടോ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവൾക്ക് പുറമേ കാണുന്നൊരു സ്വഭാവമല്ല. ചിലപ്പോൾ അവൾ വല്ലാതെ ദേഷ്യപ്പെടുകയും വല്ലാത്ത രീതിയിൽ പെരുമാറുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഫോൺ കോൾ നിർത്തിയത്. ആദിലക്ഷ്മിയോട് അവൾക്ക് വല്ലാത്ത അസൂയയാണ്. അവൾക്ക് ആദിയെ ഒട്ടും ഇഷ്ടമല്ല. അവൾ എപ്പോഴും അവളെ വെച്ച് കമ്പയർ ചെയ്യും. ആദിലക്ഷ്മി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അനുകരിക്കാൻ ശ്രമിക്കും. അതിനും കൂട്ടുപിടിക്കുന്നത് അമ്മയെയാണ്. അതാണ് ആദിലക്ഷ്മിക്കും എനിക്കുമെല്ലാം അത്രയ്ക്ക് ദേഷ്യം. കാരണം അമ്മയുടെ സ്വഭാവത്തെ ചൂഷണം ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. അതിൻ്റെ പേരിൽ ഞങ്ങൾ വഴക്കൂടിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഇതുപോലെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ എത്ര നാൾ പോകാൻ പറ്റും? അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കുക തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അത് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതിനിടയ്ക്കാണ് ഗൗരി വരുന്നതും ആദിലക്ഷ്മിയുമായിട്ടുള്ള ഈ ഒരു എൻട്രി നമ്മൾ പ്ലാൻ ചെയ്തതും. ഇതെല്ലാം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിതമാണ്. ജീവിതം ഒന്നേ ഉള്ളൂ. അത് ആർക്കു വേണ്ടിയും കളയാനുള്ളതല്ല. എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാനുള്ളതാണ്, ആദിശേഷ് പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. നമ്മുടെ പുതിയ സ്റ്റോറി ഹൃദയപൂർവ്വത്തെ നിങ്ങൾ ഹൃദയപൂർവ്വം തന്നെ സ്വീകരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ നാളെ കാണാം. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.